ഇനി ആർത്തവാരംഭത്തിലെ ആഹാര കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനം പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നത് തന്നെയാണ്. പ്രോട്ടീൻ, അയൺ, സിങ്ക്, കാൽസ്യം ഇവ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കൃത്യസമയത്ത് വിശപ്പിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിളർച്ചാ പ്രശ്നങ്ങൾ തടയുന്നതിനും ഹീമോഗ്ലോബിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അയൺ വളരെ അത്യാവശ്യമാണ്. നട്ട്സ്, ഈന്തപ്പഴം മുതലായവ പതിവായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അയൺ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഈ അയൺ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക മുതലായവ അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്നു. റാഗി, മുട്ട, പാലുൽപ്പന്നങ്ങൾ മുതലായ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉയരവും ഭാരവും വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. എരിവ്, പുളി, ഉപ്പ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം ചെറു ചൂടോടെ നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. വയറുവേദന, വൊമിറ്റിംഗ് എന്നീ പേരുകൾ പറഞ്ഞ് പലരും ഫുഡ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കൃത്യസമയത്ത് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക. ഇതിനോടൊപ്പം വ്യായാമവും ശീലമാക്കേണ്ടതാണ്. യോഗ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. തിലാർക്കി സ്റ്റേജ് മുതൽ വ്യായാമം ശീലമാക്കേണ്ടതാണ്. ആദ്യ ആർത്തവ ദിനങ്ങളിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്.